ഒരു ഗ്രാമത്തില് രാമുവും ഷ്യാമും എന്ന പേരുള്ള അയൽക്കാരുണ്ടായിരുന്നു. രാമു നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഷ്യാമു ആണെങ്കിൽ സ്വഭാവം കൊണ്ടൊരു ദുഷ്ടനും വഴക്കാളിയുമായിരുന്നു. രാമു ഗ്രാമത്തിലൊരു ഉന്തുവണ്ടിയില് കരിമ്പനീര് വിൽക്കുമായിരുന്നു. എന്നിട്ട് ഷ്യാമു ആണെങ്കിലോ എല്ലാം 10 ദിവസം അവന്റെ ബിസിനസ് മാറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് രാമു ഗ്രാമത്തിന്റെ ഒരു സ്ഥലത്തില് അവന്റെ ഉന്തുവണ്ടിയുമായിട്ട് എത്തി. ആ സമയത്ത് തന്നെ ഷ്യാമു അവിടുന്ന് നടന്നുപോയി. രാവിലെ തന്നെ ഇറങ്ങിക്കോളും, മോശമായ ജ്യൂസ് കൊടുത്ത് മനുഷ്യരെ പറ്റിക്കാൻ. ഞാനാണെങ്കിൽ എല്ലാം നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ ആർക്കും എന്നെ കണ്ടൂടാ, എന്നോട് വിരോധമാ, എന്റെ ബിസിനസ് നടക്കുന്നില്ല. സഹോദര, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നേ? എല്ലാം ഓരോരുത്തരുടെ തലയിലെടുത്താ. ഞാൻ മോശമായ ജ്യൂസ് എല്ലാവർക്കും കൊടുത്ത് ലാഭം ഉണ്ടാക്കുകയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോ പിന്നെ ഈ കച്ചവടം നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ഇതും പറഞ്ഞിട്ട് രാമു അയാളുടെ പണി തുടങ്ങി. ഷ്യാമു മനസ്സിൽ എന്തോ ചിന്തിച്ചോണ്ട് അയാളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ രാമുവിന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവന്റെ അഹങ്കാരം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു കൊടുക്കണം. ആ രാമുവിന്റെ വിചാരം അവന്റെ കച്ചവടം ഭയങ്കര പേര് കേട്ടതാണെന്ന്. പക്ഷെ അവൻ ഇതറിയില്ലല്ലോ, കാലാവസ്ഥ ചൂടായതുകൊണ്ടാണ് എല്ലാവരും ഇത് കുടിക്കുന്നതെന്ന്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാവരും കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത്. പക്ഷെ എന്റെ ബിസിനസ് സൗത്ത് ഇന്ത്യൻ ബിസിനസ്സാ. അതൊട്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടവുമാവുന്നില്ല, മനസ്സിലാവുന്നുമില്ല. ഇനി മുതൽ ഞാനും കരിമ്പിൻ ജ്യൂസിന്റെ കച്ചവടം തുടങ്ങാൻ പോവുക. ഇനി ഇതിന്ന് വേണം കുറച്ച് കാശ് സമ്പാദിക്കാൻ. ഷ്യാമു ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് അയാളുടെ വീട്ടിലെത്തി. എന്നിട്ട് കരിമ്പനീരുണ്ടാക്കാൻ ഒരു ഉന്തുവണ്ടി തയ്യാറാക്കി. അടുത്ത ദിവസം രാവിലെ ഷ്യാമു അയാളുടെ ഉന്തുവണ്ടിയുമായിട്ട് രാമുന്റെ ഒപ്പം ചെന്ന് നിന്നു. ഒരാള് കരിമ്പനീര് കുടിക്കാൻ രാമുന്റെ അരികിലെത്തി. ചേട്ടാ, ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് തരുമോ? ഇതിനെന്താ വില? സാർ, വളരെ ശുദ്ധവും രുചികരവുമായ ജ്യൂസാണിത്. ഒരു ഗ്ലാസിന് 10 രൂപ. അപ്പോഴാണ് ഷ്യാമു ഇടയ്ക്ക് കയറി പറഞ്ഞത്, ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് വെറും 5 രൂപ. ഒരു ഗ്ലാസ് വെറും 5 രൂപ മാത്രം. അത് നന്നായി ഐസിട്ട സ്പെഷ്യൽ കരിമ്പിൻ ജ്യൂസാണ്. ഒന്ന് രുചിച്ചു നോക്കൂ. ഒരു തവണ കുടിച്ചാ മതി, പിന്നെ ആരും ഇത് മറക്കില്ല. അയ്യോ, അബദ്ധം പറ്റിയല്ലോ. 10 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 ഗ്ലാസ് കുടിക്കായിരുന്നു. എന്റെ പൊന്നു രാമുചേട്ടാ, നിങ്ങളുടെ ജ്യൂസിനെ കുറച്ച് കാശ് കൂടുതലാ. ഞാൻ പോയി ശ്യാമുചേട്ടന്റെ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. വില കുറയ്ക്കൂ, എന്നിട്ട് നല്ല സാധനം കൊടുക്കൂ. അയാളും രാമുന്റെ കട വിട്ട് ഷ്യാമുന്റെ കടയിൽ ചെന്ന് കരിമ്പനീര് കുടിക്കാൻ നിന്നു. എന്നിട്ട് കരിമ്പനീരും കുടിച്ചിട്ട് സന്തോഷമായിട്ട് അവിടുന്ന് പോയി. എന്താ രാമു ഇത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, സ്വന്തം ജോലിയില് ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. കണ്ടില്ലേ ഞാൻ നിന്റെ അഹങ്കാരം എങ്ങനെയാ തീർത്തതെന്ന്? കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ കടന്നുപോയി. രാമുവിന് ഒരുപാട് വിഷമമുണ്ടായി. ഷ്യാമു അഴുക്ക് കരിമ്പിന്റെ നീരെടുത്ത് അതിൽ കുറെ വെള്ളം ഒഴിക്കുമായിരുന്നു. പക്ഷെ രാമുവിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് കരിമ്പനീര് വിൽക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാര് അയാളുടെ അടുത്താണ് പോകുന്നത്. ഒരു ദിവസം രാമു വളരെ വിഷമത്തോടു കൂടി അവിടെ കരിമ്പനീര് വിൽക്കാൻ വന്നു. പക്ഷെ ഇന്ന് അയാള് മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ വന്നത്. കാരണം ഇപ്പൊ അയാളുടെ അടുത്ത് ആരും വരാറില്ല. അതുകൊണ്ട് ഇപ്പൊ ജോലിക്ക് വരാൻ അയാൾക്ക് മനസ്സ് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് രാമു ജോലിക്ക് വന്നപ്പോ ഷ്യാമുവിന്റെ വണ്ടിയുടെ അടുത്ത് ഒരുപാട് ആൾക്കൂട്ടം നിൽക്കുന്നത് കണ്ടു. നിന്റെ ഈ മോശമായ ജ്യൂസ് കാരണം നീ ഞങ്ങളെയൊക്കെ വലിയ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും ആരൊക്കെയാണോ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോയത് അവർക്കെല്ലാവർക്കും അസുഖം പിടിച്ചു. ഞങ്ങൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാവരും ചേർന്ന് ഷ്യാമുവിനെ ഒരുപാട് തല്ലി. എന്നിട്ട് അയാളുടെ വ്യാപാരം ഒരിക്കൽ കൂടി അടഞ്ഞു. ഞാൻ അടിമേടിച്ചോണ്ടിരിക്കുമ്പോ ആ രാമു എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നേയില്ല. ഞാൻ ഇന്ന് തന്നെ അവനിട്ടൊരു പണി കൊടുക്കും. നാളെ മുതൽ രാമു ആ സ്ഥലത്ത് കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന എനിക്കൊന്ന് കാണണം. ദേഷ്യത്തിൽ ഷ്യാമു കരിമ്പനീരുണ്ടാക്കുന്ന പഴയ ഒരു മെഷീൻ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് ആരും കാണാതെ രാമുവിന്റെ മെഷീനുമായിട്ട് അതിനെ മാറ്റി. സ്വന്തം വ്യാപാരം നഷ്ടപ്പെട്ടതിൽ അയാൾക്ക് വിഷമമില്ല. പക്ഷെ രാമുവിന്റെ വ്യാപാരം എന്നേക്കുമായി അടച്ചു പൂട്ടണമെന്നായിരുന്നു അയാൾക്ക് ആകെയുള്ള ലക്ഷ്യം. അടുത്ത ദിവസം ഈ മിഷന് എന്തോ വ്യത്യാസമൊക്കെ സംഭവിച്ചതായി തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ആരായിരിക്കും മാറ്റിരിക്കുക? ശരി, ഇതിന്ന് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നീരുണ്ടാക്കാൻ മെഷീനകത്ത് കരിമ്പ് ഇട്ടപ്പോ അതിന്റെ കരിമ്പ് നീരിന് പകരം സ്വർണ്ണ നാണയങ്ങളാണ് വീണത്. രാമു എത്രയും പെട്ടെന്ന് അയാളുടെ വീട്ടിലെത്തി. എന്നിട്ട് രാമു ഒരുപാട് നാണയങ്ങൾ ഉണ്ടാക്കി അതിനെ പണമായിട്ട് മാറ്റി.
എന്നിട്ട് സന്തോഷമായി ജീവിച്ചു. അല്ല, ആ രാമുവിന് എങ്ങനെയാ ഇത്രയും കാശ് കിട്ടിയത്? മാത്രമല്ല അവൻ കരിമ്പ് ജ്യൂസ് കച്ചവടം നിർത്തുകയും ചെയ്തു. കാര്യം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. ഷ്യാമു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ കേട്ടപ്പം അയാൾ അങ്ങ് ഇരുന്നു പോയി. കാരണം അയാള് പഴയ വസ്തുക്കൾ വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നായിരുന്നു ആ പഴയ മെഷീൻ വാങ്ങിച്ചത്. ആ മെഷീൻ മോഷ്ടിക്കാൻ ഷ്യാമു ഒരു പദ്ധതി ഉണ്ടാക്കി. മെഷീൻ മോഷ്ടിക്കാൻ അയാൾ വിജയിക്കുകയും ചെയ്തു. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരുപാട് കാശ് സമ്പാദിക്കും. ഷ്യാമു മെഷീനകത്ത് കരിമ്പിട്ടു. പക്ഷേ കരിമ്പിനോടൊപ്പം അയാളും അതിനകത്ത് പോയി. അയാൾ മരിച്ചുപോയി. പലപ്പോഴും നമ്മൾ കുഴിക്കുന്ന കുഴിക്കകത്ത് തന്നെ നമ്മൾ വീഴാറും ഉണ്ട്. വേറൊരാൾക്ക് ആ കുഴി ബാധിക്കാറില്ല.